നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി വി ഡി സതീശനെ വിമർശിച്ച് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. പുതിയ മുഖ്യമന്ത്രി അഹങ്കാരിയാണ് എന്നാണ് സുകുമാരൻ നായരുടെ വിമർശനം. നേരത്തെയും വി ഡി സതീശനെതിരെ സുകുമാരൻ നായർ കടുത്ത പ്രയോഗങ്ങൾ, രൂക്ഷ വിമർശനങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ച എന്ന പോലെയാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയായ ശേഷവും ഇത്തരത്തിൽ കടുത്ത ഒരു വിമർശനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇനി മുഖ്യമന്ത്രിയുടെ കാല് പിടിക്കാൻ NSS ഇല്ല എന്നും സുകുമാരൻ നായർ പറഞ്ഞു. പെരുന്നയിലെ NSS ആസ്ഥാനത്ത് NSSന്റെ ബജറ്റ് സമ്മേളനം നടക്കുന്നതിനിടയിലുള്ള പ്രസംഗത്തിലാണ് സുകുമാരൻ നായർ ഇത്തരത്തിലൊരു വിമർശനം മുന്നോട്ട് വെച്ചത്. സാമുദായിക നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ പോകില്ലെന്ന സതീശന്റെ പഴയകാല പരാമർശങ്ങൾ വീണ്ടും ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം ഉന്നയിച്ചത്. പണ്ട് പലതവണ NSS ആസ്ഥാനത്തെത്തി സുകുമാരൻ നായരെ കാണാനായി കാത്തുനിന്ന വ്യക്തിയാണ് ഒടുവിൽ നിലപാട് മാറ്റി അഹങ്കാരിയായ രീതിയിൽ പ്രവർത്തിച്ച മുഖ്യമന്ത്രി എന്നാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം ഗണേഷ് കുമാറിനെ കുറിച്ചും സുകുമാരൻ നായർ പ്രതികരിച്ചിരിക്കുകയാണ്. ഗണേഷ് കുമാറിനെ പുറത്താക്കിയതല്ലെന്നും അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞു വീണ്ടും എടുത്തില്ലെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. NSSന് ജനാധിപത്യമുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും NSSൽ അർഹതയുള്ള ഒരുപാട് പേരുണ്ട്, എല്ലാവർക്കും മാറി മാറി കൊടുക്കേണ്ടി വരും, കിട്ടാതിരിക്കുന്ന ആളുകൾക്കും കൊടുക്കേണ്ടി വരുമെന്നും സുകുമാരൻ നായർ പറഞ്ഞു. പത്തനാപുരം താലൂക്ക് യൂണിയനിൽ എന്തെങ്കിലും ക്രമവിരുദ്ധ പ്രവർത്തനം നടന്നെങ്കിൽ അദ്ദേഹം കേസ് കൊടുക്കണമെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. ഗണേഷ് കുമാർ കൊണ്ടുവന്ന 12 പേരുടെ പിന്തുണ വാലിഡ് ആണോ എന്നറിയില്ല. നേരത്തെയുള്ള കമ്മിറ്റിക്കാർ മുഴുവൻ രാജിവെച്ച സാഹചര്യത്തിൽ അവിടെ കോറം നഷ്ടപ്പെട്ടപ്പോഴാണ് നേതൃത്വം തീരുമാനമെടുത്തത്. ഗണേഷ് കുമാറിനെ പിന്തുണച്ച് പിന്നെ എത്തിയവർ ആരാണെന്ന് അറിയില്ല. എന്തെങ്കിലും നടന്നെങ്കിൽ ഗണേഷ് കുമാറിന് കേസ് കൊടുക്കാം. എന്താണ് ഗണേഷ് കുമാർ കേസ് കൊടുക്കാത്തതെന്നും ജനറൽ സെക്രട്ടറി അങ്ങനെ ആർക്കും തള്ളാൻ കഴിയില്ലെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. ജനറൽ സെക്രട്ടറി NSSന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നും സുകുമാരൻ നായർ പറഞ്ഞു. അതേസമയം കാലാവധി തീർന്നതിനാലാണ് മുൻ മന്ത്രി ഗണേഷ് കുമാറിനെ വീണ്ടും ഡയറക്ടർ ബോർഡിലേക്ക് എടുക്കാത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം സുകുമാരൻ നായരെ വീണ്ടും NSS ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. ട്രഷററായി NV അയ്യപ്പപിള്ളയും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പത്മ കഫേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങൾ NSS പത്തനാപുരം താലൂക്ക് യൂണിയനിൽ വലിയ വിവാദത്തിന് കാരണമായ സാഹചര്യത്തിലാണ്. വിവാദങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കേസ് കൊടുക്കാമെന്നൊരു പ്രതികരണം സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പത്മ കഫേ നിർമ്മാണത്തിനായി 4 കോടി രൂപ ചെലവഴിച്ചതിൽ അഴിമതി ആരോപണം ഉയർന്നതാണ് വിവാദമായത്. അതേസമയം സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലെന്നും മരിക്കും വരെ പദവിയിൽ തുടരാൻ ആഗ്രഹമില്ലെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു. അംഗത്വം പുതുക്കാത്തതിൽ പ്രശ്നമില്ല, അംഗത്വം പുതുക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല, സ്ഥാനത്തിന് വേണ്ടിയല്ല NSSൽ വന്നത്, ജനറൽ സെക്രട്ടറി പിന്തുണയ്ക്കുന്ന ആളാണ്, താൻ ജനത്തിനൊപ്പമുണ്ട്, NSSനൊപ്പമുണ്ട് എന്നും പത്തനാപുരത്ത് NSSൽ നടന്നത് ശരിയല്ല, കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും അത് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. NSSനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ജനറൽ സെക്രട്ടറിക്ക് അധികാരമുണ്ടെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും നിർണായകമായ പ്രതികരണമാണ് NSS ജനറൽ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട സുകുമാരൻ നായർ നടത്തിയിരിക്കുന്നത്. വി ഡി സതീശൻ അഹങ്കാരിയാണെന്നും ഗണേഷ് കുമാറിന് അംഗത്വം കൊടുക്കാത്തതല്ല, കാലാവധി കഴിഞ്ഞതാണെന്നുമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശനെ വിമർശിക്കുന്ന നേരത്തെയും പല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സമുദായ നേതാക്കന്മാരെ തിണ്ണ നിരങ്ങാൻ താനില്ല എന്ന് നേരത്തെ വി ഡി സതീശൻ നടത്തിയ പ്രതികരണം, പ്രസ്താവന അത് വലിയ രീതിയിൽ വിവാദമായതാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു വിമർശനം ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഇനി മുഖ്യമന്ത്രിയെ കാണാൻ താൻ കാത്തുനിന്ന് 3 ദിവസം അല്ലെങ്കിൽ ഒരുപാട് ദിവസം കാത്തുനിന്ന്, പക്ഷേ തനിക്ക് കാണാൻ അനുമതി കിട്ടിയില്ല, അതുകൊണ്ടാണ് അഹങ്കാരി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇനി മുഖ്യമന്ത്രിയുടെ കാല് പിടിക്കാനില്ല എന്നും NSS ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം ബജറ്റായിരുന്നു. ബജറ്റ് അവതരിപ്പിച്ച ശേഷം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വി ഡി സതീശൻ പൊട്ടിത്തെറിക്കുകയുണ്ടായി. അതായത് DA കുടിശ്ശികയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനായിരുന്നു പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള മറുപടി നൽകിയത്. ആരാണ് ഈ കുടിശ്ശികയൊക്കെ വരുത്തിയെന്ന ചോദ്യമാണ് വി ഡി സതീശൻ ഉന്നയിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. ഈ ചോദ്യം ചോദിക്കാൻ ഏറ്റവും യോഗ്യനായ ആളാണ് അദ്ദേഹം. ഈ കുടിശ്ശിക മുഴുവൻ വരുത്തിയതാകാണ് DA കുടിശ്ശിക. സമയാസമയത്ത് DA കൊടുക്കാതെ DA കുടിശ്ശിക 19%, DA കുടിശ്ശിക വരുത്തിയിട്ട് അധികാരത്തിൽ 10 കൊല്ലം അധികാരത്തിൽ ഇരുന്നിട്ട് ഈ കുടിശ്ശിക മുഴുവൻ വരുത്തി വെച്ചിട്ട് അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ട് പുതിയൊരു ഗവൺമെന്റിനോട് ചോദിക്കുക, അത് കൊടുക്കുന്നില്ലെന്ന്. ആര് വരുത്തിയ കുടിശ്ശികയാണ്? ഞങ്ങൾ വരുത്തിയ കുടിശ്ശികയാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഗഡു പോലെ ഞങ്ങൾ കുടിശ്ശിക വരുത്തില്ല, ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പോണ പോക്കിലെ ബജറ്റില് അടുത്തോളം കൊടുക്കുന്നു എല്ലാ കുടിശ്ശികയും. ഇത്രയും വർഷക്കാലം കുടിശ്ശിക മുഴുവൻ വരുത്തി വെച്ച പിണറായി വിജയൻ വന്ന് ഈ ചോദ്യം എന്നോട് ചോദിക്കണ്ട, ഈ ജീവനക്കാരെ മുഴുവൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചോളൂ. ആരാ ഈ കുടിശ്ശിക ഉണ്ടാക്കിയത്? ഞങ്ങളാണോ? പറയണൊരു ഔചിത്യം വേണ്ടേ? അദ്ദേഹം ഉണ്ടാക്കി വെച്ച അദ്ദേഹത്തിന്റെ സർക്കാരാണ് ഈ മെഡിസെപ്പ് തകർത്തത്.
മെഡീസപ്പ് തകർത്തത്, ജീവനക്കാരുടെ പരാതി 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ചാണോ? ആണോ? DA കുടിശ്ശിക പറ്റിയത് ഉമ്മൻചാണ്ടി സർക്കാരാണോ? DR കുടിശ്ശിക പറ്റിയത് ഉമ്മൻചാണ്ടി സർക്കാരാണോ? അല്ല. ലീവ് സറണ്ടർ അടിച്ചു മാറ്റിയത് ആരാണ്? എത്രായിരം കോടി രൂപയാണ് ജീവനക്കാർക്ക് കൊടുക്കേണ്ട പൈസ വേറെ കാര്യത്തിന് ചെലവാക്കി. എന്നിട്ട് ഇത്രയും കടം വരുത്തി വെച്ചിട്ട് 87,000 കോടിയുടെ കടവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വരുത്തി വെച്ച് 5,07,000 കോടിയുടെ കടം വേറെ വരുത്തി വെച്ചിട്ട് എന്നോട് വന്ന് ചോദിക്കുകയാണ് DA കുടിശ്ശിക കൊടുക്കണത്. കുടിശ്ശിക ഉണ്ടാക്കിയ ആള്. ആ ചോദിക്കാനുള്ള അർഹത അദ്ദേഹത്തിനില്ല. In a place like Kerala, where traditionally, there is a huge opposition which will not allow them to do it. You need to get funds and revenue to the state the first 2 years of your government. How do you think it is possible? Number two, you have also announced a senior welfare separate department. Only 10 crores. The stadium is getting 50 crores. Perumbavoor, the furniture part is getting more than 10 crores. So, where you are setting up a completely new department? Why would it? I will tell you. We need money. For getting money to fill the exchequer, we have to do a lot of things. If we are continuing the same thing, what happened in the last government's time, nothing will happen. Kerala will be finished. So, we are going to bring new economic models. There should be best financial management. There should be measures to prevent the leakage from the treasury. There should be a restructure in the entire tax administration. We will do it. We will fill the exchequer, no doubt. By stimulating the economy, we will fill the exchequer and there will be a equitable distribution of wealth, definitely. Then you asked only senior citizens department. For the initial expense, we have allocated 10 crores rupees for the initial expense. We are going to declare the detailed projects of the senior citizens, not only from the government's exchequer, by involving various agencies, many NGOs. We are planning for various projects. Local self-governments also will participate. We will start daycare centers. We will start the geriatric care and the health. Geriatric care is not going to start by the senior citizens department. It is by the health department. Geriatric care units in medical colleges, every places, and to make them constructive. We have many projects. We will bring it. Sir,